നമ്മൾ ഡിപ്പോ എടുത്തിരിക്കുകയാണ്. ഈസ്റ്റ് സോമിലാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ വരുന്നത്. ഇവിടെ നിന്ന് ഒരു 551 അത്രയും മൈലോളം ഡിസ്റ്റൻസ് ഉണ്ട് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലേ ആണ് നമ്മളെടുത്തിരിക്കുന്ന മെറ്റീരിയൽ. പിന്നെ സമയവും ദൂരവും ഏറ്റവും കുറവുള്ളൊരു ഡെസ്റ്റിനേഷനാണ് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. വലത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്, റൈറ്റ് സൈഡിലേക്ക്. നമുക്ക് എന്തായാലും ഓൺ ദ വേയിൽ എന്തൊക്കെയാണ് കാണുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മാപ്പിൽ. ഇന്നധികം തിരക്കുകളൊന്നുമില്ല റോഡിൽ, അതുകൊണ്ട് നമുക്ക് നല്ല സ്മൂത്തായിട്ട് പോകാൻ പറ്റും. തുടക്കം തന്നെ കൊള്ളാലോ, ഫസ്റ്റിലെ ചെക്കിംഗ് ആണ്. പിന്നെ വണ്ടിയിൽ അധികം മോഡിഫിക്കേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും കുഴപ്പമില്ല. നമുക്ക് നോക്കാം എന്താ അവർ പറയുന്നതെന്ന്. ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു കാർഗോ ചെക്കിംഗ് ആണ്. എന്താണ് അതിനകത്തുള്ളത്, നമ്മൾ കടത്തുന്നത് എന്താണ്, അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമുക്ക് ആ ചെക്കിങ്ങിൽ നോ വയലേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിനി അടുത്ത ചെക്കിങ്ങിന് എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതി. അടുത്തായിട്ട് ഇപ്പം കുറേ നാളായിട്ട് ഇങ്ങനെ വെട്ടിപ്പൊളിച്ചിട്ടേക്കുന്ന ഒരു ഭാഗമാണിത്. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലായ ഏതോ ഒരു കോൺട്രാക്ടറാണെന്ന് തോന്നുന്നു. കാരണം ടാറിട്ട് ഉടനെ വന്ന് കുഴിച്ചിട്ടുണ്ട്. Как там впереди? Пробок нет? നമുക്കിത് കുറച്ച് ഓട്ടവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് വേണം, നമുക്ക് കുറച്ച് റൂബിൾസൊക്കെ കയ്യിൽ വന്നിട്ട് വേണം വണ്ടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ക്യാമറ. അപ്പം ഓവർ സ്പീഡ് വല്ലതും ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. സ്പീഡ് ലിമിറ്റ് എനിക്ക് തോന്നുന്നു 40 ആണെന്ന് തോന്നുന്നു. ഇതുവരെ നമുക്ക് എന്തായാലും ക്യാമറ ഒന്നും അടിച്ചിട്ടില്ല, തുടങ്ങിയതല്ലേ ഉള്ളൂ. നമുക്ക് നോക്കാം ഇനി വല്ലതും കിട്ടുമോയെന്ന്. ഇവിടെ അടുത്ത് തന്നെ അടുത്ത ചെക്കിംഗ് ഉണ്ടല്ലോ. ഇതിനകത്ത് നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം നോക്കാം. ഇല്ലില്ല, നമ്മളെ നിർത്തുന്നില്ല. അവിടെ സ്കിപ്പായി വരുന്ന വേറെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ പിടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. കറക്റ്റ് നമ്മുടെ നാട്ടിലെ കൂട്ടുകാരാട്ടോ ഇവിടുത്തെ പോലീസ്. വളവിന് തന്നെ വന്ന് നിൽപ്പുണ്ട്. അതും വളഞ്ഞു വരുമ്പോൾ കാണത്തില്ലല്ലോ, കറക്റ്റ് സ്പോട്ട് നോക്കി നിൽപ്പുണ്ട്. അത്യാവശ്യം നല്ല ഹെവി മഴയുള്ള ദിവസമാണെന്ന് തോന്നുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ എന്തായാലും തണുപ്പും കൂടാൻ ചാൻസ് ഉണ്ട്. വണ്ടി പഴയ വണ്ടിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഗ്ലാസ്സിൽ ഫോഗ് വരും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഗ്ലാസ് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു ചുമതലയും കൂടി ഉണ്ട്. Как там впереди? Пробок нет?
4. Большое спасибо. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, താഴെ ഒരു ചെറിയൊരു ഡിപ്പോയും കുറേ കാര്യങ്ങളും ആ സ്റ്റോണിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പോയാണ് താഴെ കാണുന്നത്. അവിടെ നിന്ന് നമുക്ക് കാർഗോ എടുക്കാം. എല്ലാ മെയിൻ സിറ്റികളിലും അതേപോലെ ഗ്രാമങ്ങളിലായാലും ഈ കാർഗോ ഡീലേഴ്സിന് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ഏത് സ്ഥലങ്ങളിൽ ചെന്നാലും നമുക്ക് കാർഗോയും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും പോവുകയോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് കയറുമ്പോഴാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഓഫ് റോഡാണ് ഗായ്സ്. Как там впереди? Пробок нет? വെള്ളക്കെട്ടാണല്ലോ ഫുള്ള്. ചെറിയൊരു മഴ പെയ്തേ ഉള്ളൂ, അപ്പോഴത്തേന് നല്ല രീതിയിൽ വെള്ളക്കെട്ടായി കേട്ടോ. വലിയ കുഴപ്പമില്ലാതെ വണ്ടി കയറിയിട്ടുണ്ട്. മഴയുടെ ശക്തി ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. എപ്പോഴും ഈ ബാരിയർ നമുക്ക് ഹോൺ അടിച്ചാൽ മാത്രമേ അത് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കത്തുള്ളൂ. У кого-нибудь есть 10-13? Полагаю, брат, настало время немного подремать.